ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കർത്താവിൻ്റെ തിരുവചനം ശ്രദ്ധിക്കാൻ വന്നിരിക്കുന്ന നിങ്ങളെല്ലാവരെയും ദൈവമായ കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്നത്തെ നമ്മുടെ ധ്യാനത്തിനായിട്ട് കൊരിന്ത്യർക്കെഴുതിയ 1-ാം ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 9-ാം വാക്യം ഞാനിവിടെ വായിക്കുന്നു. ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് ഒരുക്കിയിട്ടുള്ളത് കണ്ണ് കണ്ടിട്ടില്ല, ചെവി കേട്ടിട്ടില്ല, ഒരു മനുഷ്യൻ്റെയും ഹൃദയത്തിൽ തോന്നിയിട്ടുമില്ല. വളരെ അനുഗ്രഹീതമായ ഒരു വചനമാണ് നാം ഇവിടെ വായിച്ചത്. ധന്യനായ പൗലോസ്ലീഹ പരിശുദ്ധാത്മനിയുക്തനായിട്ട് കർത്താവിൻ്റെ തിരുവചനം ഉദ്ധരിക്കുകയാണ്. ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി ഒരുക്കിയിട്ടുള്ളത് ഒരു കണ്ണും കണ്ടിട്ടില്ല, ഒരു ചെവിയും കേട്ടിട്ടില്ല, ഒരു മനസ്സിലും അത് തോന്നിയിട്ടില്ല. ദൈവം തൻ്റെ ഭക്തന്മാർക്ക് വേണ്ടി ഒരുക്കിയിട്ടുള്ള കാര്യങ്ങൾ അവർ പോലും കാണുന്നതും കേൾക്കുന്നതുമൊക്കെ അറിയുന്നതുമൊക്കെ വളരെ വൈകിയായിരിക്കും. ദൈവത്തെ സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ ദൈവത്തെ അനുസരിക്കുക എന്നുകൂടി ഒരർത്ഥമുണ്ട്. ദൈവമേ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു വളരെയധികം പ്രാവശ്യം പറഞ്ഞതിന് ശേഷം ദൈവം നമ്മളോട് പറഞ്ഞ ഒരു ചെറിയ കാര്യം പോലും ഞാനും നിങ്ങളും ചെയ്യുന്നില്ലെങ്കിൽ നാം ദൈവത്തെ സ്നേഹിക്കുന്നു എന്ന് പറയുന്നതിൽ അർത്ഥമില്ല. ദൈവത്തെ സ്നേഹിക്കുന്ന തൻ്റെ മക്കളുടെ ജീവിതത്തിൽ അപ്രതീക്ഷിതമായിട്ടുള്ള പല പ്രതിസന്ധികളും വരുമ്പോൾ ഞാൻ ദൈവത്തെ സ്നേഹിച്ചിട്ട്, ഞാൻ പ്രാർത്ഥിച്ചിട്ട്, ഞാൻ ദൈവത്തിൻ്റെ വേല ചെയ്തിട്ട് എനിക്കിങ്ങനെയാണോ അങ്ങനെയാണോ എന്നൊക്കെ പറയുവാൻ നമ്മെ പ്രേരിപ്പിക്കുന്ന സാഹചര്യങ്ങളിലൂടെ കടന്നുപോയി എന്നിരിക്കാം. എന്നാൽ കുറേ കഴിയുമ്പോൾ അതെല്ലാം തെറ്റായിപ്പോയി എന്ന് തോന്നുമാറുള്ള ദൈവിക പ്രവർത്തനങ്ങൾ നമുക്ക് കാണുവാനായിട്ട് കഴിയും. ഉൽപ്പത്തി പുസ്തകം 22-ാം അധ്യായത്തിലേക്ക് നമ്മൾ വരുമ്പോൾ അബ്രഹാമിനോട് ദൈവം പറയുകയാണ്, നിൻ്റെ ഏകജാതൻ, നീ സ്നേഹിക്കുന്ന നിൻ്റെ ഓമന മകനെ മോറിയ കുന്നിൽ ഒരു ഹോമയാഗമായിട്ട് അർപ്പിക്കണം. അബ്രഹാം തൻ്റെ മകൻ ഇസ്ഹാക്കുമായിട്ട് ആ പർവ്വതത്തിലേക്ക് നടന്നു പോകുന്ന ആ രംഗം നാം ഉൽപ്പത്തി പുസ്തകം 22-ാം അധ്യായത്തിൽ വായിക്കുന്നുണ്ട്. അങ്ങനെ അപ്പനും മകനും കൂടി കടന്നു പോകുമ്പോൾ അപ്പനറിയാം മകൻ ബലിയാകാൻ പോകുകയാണ്, ചാരമാകാൻ പോകുകയാണ് എന്ന് അപ്പനറിയാം. പക്ഷേ ഇസ്ഹാക്കിന് അതറിഞ്ഞുകൂടാ. പിതാവ് യാഗം കഴിക്കുന്നതൊക്കെ അദ്ദേഹം കണ്ടിട്ടുണ്ട്. അവിടെ തീയുണ്ടാകും, വിറകുണ്ടാകും, യാഗപീഠമുണ്ടാകും, യാഗം കഴിക്കാനുള്ള മൃഗമുണ്ടാവും. ഇവിടെ യാഗമൃഗത്തെ ഒന്നും കാണാതെ വന്നപ്പോൾ ഇസ്ഹാക്ക് അപ്പനോട് ചോദിക്കുന്നുണ്ട്, അപ്പാ, വിറകുണ്ട്, തീയുമുണ്ട്, പക്ഷേ യാഗമൃഗം എവിടെയാണ്? ആ വാക്കുകൾ ഒരു തീയമ്പ് പോലെയാണ് അബ്രഹാമിൻ്റെ ഉള്ളിലേക്ക് പതിച്ച് തുളച്ച് കയറിയത്. അതിന് മറുപടിയായിട്ട് അദ്ദേഹം തൻ്റെ മകനോട് പറഞ്ഞു, ദൈവം കരുതിക്കൊള്ളും മകനെ എന്ന് പറഞ്ഞിട്ട് മോറിയ മലയുടെ അടിവാരത്തിൽ ബാല്യക്കാരെ നിർത്തിയിട്ട് ആ അപ്പനും മകനും പർവ്വതം കയറുകയാണ്. ദൈവത്തെ ആരാധിക്കാനായിട്ടാണ് പോകുന്നത്. പക്ഷേ ഇവിടെ യാഗമായി അർപ്പിക്കുവാൻ പോകുന്നത് താൻ സ്നേഹിക്കുന്ന തൻ്റെ ഓമന മകനെയാണ്. പ്രിയപ്പെട്ടവരെ, അബ്രഹാം ദൈവത്തെ സ്നേഹിച്ചു എന്ന് വ്യക്തമാക്കുന്ന ഒരു പ്രവൃത്തി ഇവിടെ കാണുകയാണ്. മാനുഷികമായി താൻ ഏറ്റവും അധികം സ്നേഹിച്ച തൻ്റെ ഓമന മകനെ ദൈവത്തിന് അർപ്പിക്കുവാനായിട്ട് അദ്ദേഹം പോകുകയാണ്. അങ്ങനെ അദ്ദേഹം ആ മോറിയ കുന്നിൽ
ഒരു യാഗപീഠമൊക്കെ പണിതു. തൻ്റെ മകനെ ബന്ധിച്ച് ആ യാഗപീഠത്തിൽ കിടത്തി. ഇനി ആ യാഗത്തിൽ യാഗമൃഗത്തെ അല്ലെങ്കിൽ യാഗത്തിന് വേണ്ടി ആരെ അർപ്പിച്ചിരിക്കുന്നോ അവരെ കൊല്ലണം. അതിനുവേണ്ടി താൻ കത്തിയെടുത്തപ്പോൾ ദൈവം പറയുകയാണ്, ബാലൻ്റെ മേൽ നീ കൈവെക്കരുത്. അതൊരു പരീക്ഷയായിരുന്നു. സർവജ്ഞാനിയായ സർവ്വവ്യാപിയായ ദൈവത്തിന് ഒരാളെ പരീക്ഷിച്ചിട്ട് അയാളുടെ ഹൃദയത്തിലെ വിചാരങ്ങളെ ഗ്രഹിക്കേണ്ട കാര്യം വല്ലതും ഉണ്ടോ? ഒരിക്കലുമില്ല. എക്സാം ഹാളിൽ പരീക്ഷ നടക്കുന്നത്, പരീക്ഷണം വിദ്യാർത്ഥികൾക്കാണ്, എക്സാമിനർക്കല്ല. ക്വസ്റ്റ്യൻ ഉണ്ടാക്കിയവർക്കുമല്ല, അവർക്കതൊരു പരീക്ഷയല്ല. കുട്ടികൾക്കാണ് ആ പരീക്ഷ. എക്സാമിനർക്ക് അതിൻ്റെ മറുപടി അറിയാം, അതിൻ്റെ ഉത്തരമറിയാം. പക്ഷേ ഇവിടെ പരീക്ഷ വിദ്യാർത്ഥികൾക്കാണ്. ഇവിടെ ദൈവം അബ്രഹാമിനെ പരീക്ഷിക്കുകയാണ്. ദൈവത്തിന് എന്തെങ്കിലും കാര്യം അറിയേണ്ടതിന് വേണ്ടിയല്ല. അബ്രഹാം ജനിക്കുന്നതിന് മുൻപേ, തൻ്റെ പിതാവ് തേരക ജനിക്കുന്നതിന് മുൻപേ അബ്രഹാം എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യും, എന്തൊക്കെ കാര്യങ്ങൾ പറയുമെന്ന് സർവശക്തനായ ദൈവത്തിനറിയാം. ഇവിടെ പരീക്ഷ അബ്രഹാമിനാണ്. അബ്രഹാം ദൈവമല്ല. താൻ ദൈവത്തെ തൻ്റെ മകനേക്കാൾ, തന്നേക്കാൾ മറ്റാരേക്കാളും അധികം സ്നേഹിക്കുന്നുവെന്ന് പ്രവൃത്തിയിലൂടെ, ദൈവകൽപ്പന അനുസരിക്കുന്നതിലൂടെ വെളിപ്പെടുത്തുവാനായിട്ട് പോകുകയാണ്. പ്രിയപ്പെട്ടവരെ, അബ്രഹാം മൊറിയ കുന്നിൻ്റെ ഒരു വശത്തൂടെ ദൈവത്തോടുള്ള സ്നേഹം നിമിത്തം തൻ്റെ മകനുമായി കടന്നു പോകുമ്പോൾ അബ്രഹാമിനും ഇസ്ഹാക്കിനും കാണുവാൻ കഴിയാത്ത ഒരു ആട്ടുകൊറ്റൻ ആ മലയുടെ മറുവശത്തൂടെ ഉയരത്തിലേക്ക് കയറുന്നുണ്ടായിരുന്നു. ദൈവം അബ്രഹാമിന് വേണ്ടി, ഇസ്ഹാക്കിന് വേണ്ടി ഒരുക്കിയത് കണ്ണ് കണ്ടിട്ടില്ല, ചെവി കേട്ടിട്ടില്ല. അവസാന നിമിഷമാണ് അബ്രഹാം അത് കാണുന്നത്. ആട്ടുകൊറ്റൻ്റെ കൊമ്പുകൾ കാട്ടുവള്ളികളിൽ ഉടക്കി കിടക്കുന്ന ഒരു ആടിനെയാണ് താൻ കാണുന്നത്. ആടിനെ അവിടെ യാഗം കഴിച്ചിട്ട് താൻ തൻ്റെ മകനുമായിട്ട് ഇറങ്ങി വരുമ്പോൾ ദൈവം കരുതിക്കൊള്ളും തന്നെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി എന്ന് അബ്രഹാം പറഞ്ഞ ആ വാക്ക് അന്വർത്ഥം ആകുകയാണ്. അതുമാത്രമല്ല, ദൈവം ആ മൊറിയക്കുന്നിൽ വെച്ച് അബ്രഹാമിന് ചില വാഗ്ദത്തങ്ങൾ കൊടുക്കുന്നുണ്ട്. നിന്റെ മക്കൾ കടൽക്കരയിലെ മണൽ പോലെ, ആകാശത്തിലെ നക്ഷത്രങ്ങളെപ്പോലെ അസംഖ്യമായി തീരുമെന്നാണ്. മാത്രമല്ല, നിന്റെ മക്കൾ ശത്രുക്കളുടെ പട്ടണം പിടിച്ചെടുക്കും എന്ന് ദൈവം വാഗ്ദത്തം കൊടുക്കുകയാണ്. ഇത് നമ്മൾ ഉൽപ്പത്തി 22 വായിക്കുന്നുണ്ട്. അബ്രഹാം മരിച്ചിട്ട് എത്രയോ വർഷങ്ങളായി. ഇന്ന് ലോകമെമ്പാടുമുള്ള ജൂതന്മാർ അബ്രഹാമിൻ്റെ മക്കളാണ്. ലോകമെമ്പാടുമുള്ള അറബികൾ അബ്രഹാമിൻ്റെ മക്കളാണ്. താൻ ഇവരെയൊക്കെ ഒന്ന് എണ്ണാൻ പരിശ്രമിച്ചാൽ എത്ര വർഷം കൊണ്ട് എണ്ണിത്തീർക്കുവാനായിട്ട് കഴിയും? ഒരു ഏകമകനെ ലഭിച്ചപ്പോൾ, താൻ സ്നേഹിക്കുന്ന ഒരു വാഗ്ദത്ത സന്തതിയെ ലഭിച്ചപ്പോൾ അതിനെ യാഗമാക്കാൻ ഏൽപ്പിച്ചു കൊടുത്ത അബ്രഹാം ദൈവത്തെ ഉപാധി കൂടാതെ, ഒന്നും ആഗ്രഹിക്കാതെ അനുസരിക്കുകയാണ്, സ്നേഹിക്കുകയാണ്. അതുകൊണ്ട് അബ്രഹാമിന് നഷ്ടമൊന്നും ഉണ്ടായിട്ടില്ല. ഇനി അബ്രഹാം നിത്യതയിൽ തന്നോടൊപ്പം, തൻ്റെ മകൻ ഇസ്ഹാക്കിനോടൊപ്പം, യാക്കോബിനോടൊപ്പം കിഴക്കെന്നും പടിഞ്ഞാറെന്നും വടക്കെന്നും തെക്ക് നിന്നുമൊക്കെ ആൾക്കാർ വന്ന് പന്തിയിലിരിക്കുന്ന ആ രംഗം നമ്മുടെ വാഴ്ത്തപ്പെട്ടവനായ കർത്താവ് പറയുന്നുണ്ട്. നിത്യതയിൽ അബ്രഹാം തൻ്റെ മക്കളെ കാണുമ്പോൾ ആ മൊറിയാക്കുന്നിൽ ഇസ്ഹാക്കുമായി നിൽക്കുന്ന രംഗവും ആ വാഗ്ദത്തങ്ങളും ഓർക്കാതിരിക്കുകയില്ല. ദൈവം 4000 വർഷങ്ങൾക്ക് മുൻപ് അബ്രഹാമിന് വേണ്ടി ഒരുക്കിയത് അബ്രഹാമിൻ്റെ കണ്ണുപോലും ഇതുവരെയും കണ്ടിട്ടില്ല. മരിക്കുന്നതുവരെ താൻ കണ്ടതൊക്കെ കുറച്ച് കാര്യങ്ങൾ മാത്രമായിരുന്നു. തൻ്റെ ചെവി കേട്ടത് കുറച്ച് കാര്യങ്ങൾ മാത്രമായിരുന്നു.
തൻ്റെ ബുദ്ധിക്ക് മനസ്സിലായത് കുറച്ച് കാര്യങ്ങൾ മാത്രമായിരുന്നു. അബ്രഹാമിൻ്റെ സന്തതിക്ക് ഒരു പട്ടണം മാത്രമാണോ? രാജ്യങ്ങൾ തന്നെ നമ്മുടെ കണ്ണിൻ്റെ മുൻപിൽ ഇല്ലേ? ഇന്ത്യയെ സഹായിക്കുന്ന രാജ്യങ്ങളായിട്ടല്ലേ അവ മിക്ക രാജ്യങ്ങളും ഇന്ന് നിലനിൽക്കുന്ന? അറബ് രാജ്യങ്ങളാണെങ്കിലും ഇസ്രായേലാണെങ്കിലും ഏതെല്ലാം നിലകളിലാണ് എണ്ണ തന്നും പ്രകൃതിവാതകം തന്നും മറ്റ് സഹായങ്ങൾ കാർഷിക മേഖലകളിൽ സഹായിച്ചുമൊക്കെ ഈ അബ്രഹാമിൻ്റെ മക്കൾ നമ്മുടെ ഇന്ത്യയെ സഹായിച്ചുകൊണ്ട് നിലയുറപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് ദൈവം ഒരുക്കിയിരിക്കുന്നത് ഏതെങ്കിലും കണ്ണുകൾ പൂർണ്ണമായി കണ്ടിട്ടുണ്ടോ? പ്രിയ സ്നേഹിത, സ്വർഗത്തിലെ ദൈവം നിന്നെ വിളിക്കുമ്പോൾ നീ നിൻ്റെ ചാർച്ചക്കാരെയും പിതൃഭവനത്തെയും വിട്ട് ഞാൻ നിന്നെ കാണിക്കാനിരിക്കുന്ന ദേശത്തേക്ക് പോക എന്ന് പറയുമ്പോൾ ദൈവത്തോടുള്ള സ്നേഹം പ്രദർശിപ്പിച്ചത് അനുസരിച്ചുകൊണ്ടാണ്. 4000 വർഷങ്ങൾക്ക് മുൻപ് ആ വേർപാട് വളരെ വേദനാജനകമായിരുന്നു അബ്രഹാമിനെ സംബന്ധിച്ചിടത്തോളം. പക്ഷേ ആ ദൈവസ്നേഹത്തിൻ്റെ ഒരു പ്രതിഫലനമായതുകൊണ്ട് അദ്ദേഹത്തിനും അദ്ദേഹത്തിൻ്റെ തലമുറയ്ക്കും ലോകത്തിനും അത് മുഖാന്തരം പിന്നീട് എത്ര വലിയ നന്മകൾ, എത്ര വലിയ അനുഗ്രഹങ്ങൾ ഉണ്ടായി എന്ന് ചരിത്രം ഇന്നും നമ്മളെ പഠിപ്പിക്കുന്നില്ലേ? പുസ്തകം 37-ാം അധ്യായത്തിലേക്ക് നമ്മൾ വരുമ്പോൾ അബ്രഹാമിൻ്റെ മകനായ ഇസ്ഹാക്കിൻ്റെ മകനായ യാക്കോബിൻ്റെ മകനായ ഒരു യോസഫിനെ നമ്മളോട് കാണുന്നുണ്ട്. ദൈവത്തെ സ്നേഹിച്ച ഒരു പിതാവിൻ്റെ മകൻ, ദൈവത്തെ സ്നേഹിച്ച യോസഫ്. പക്ഷേ എന്തായിരുന്നു തൻ്റെ ജീവിതത്തിൽ താൻ ആദ്യമൊക്കെ കണ്ടത്? താനൊരു സ്വപ്നം കണ്ടു എന്ന കാരണത്താൽ, അത് പറഞ്ഞു എന്ന കാരണത്താൽ സഹോദരന്മാർക്ക് തന്നോട് അസൂയുണ്ടാകുന്നു, കോപമുണ്ടാകുന്നു. തങ്ങളുടെ പിതാവ് യോസഫിനെ അധികമായി സ്നേഹിക്കുന്നു എന്ന കാരണത്താൽ യോസഫിനോട് അവർക്ക് അസൂയുണ്ടാകുന്നു. ഒരിക്കൽ ദോദാനിൽ രൂബേനും ഗാദിനും നഫ്താലിക്കും ഇസ്സാഖാറിനും ലേവിക്കും യഹൂദയ്ക്കുമൊക്കെ ഭക്ഷണവും ചുമന്നുകൊണ്ട് ആ ബാലകൻ അവിടെ ചെന്നപ്പോൾ അവർ അനിയനും കൂടെ ഭക്ഷണം കൊടുത്ത് അവനെ അനുഗ്രഹിക്കുകയല്ല ചെയ്തത്. അതിനു പകരം അവൻ്റെ തലയിലുണ്ടായിരുന്ന ഈ അപ്പക്കുട്ട നഷ്ടപ്പെടാതെ, തകരാതെ, താഴെ വീഴാതെ എടുത്ത് ഭംഗിയായിട്ടൊരിടത്ത് വെച്ചിട്ട് ആ സഹോദരൻ്റെ കഴുത്തെ കുത്തിപ്പിടിക്കുകയും അവനെ അടിക്കുകയും അവൻ്റെ ആ നല്ല അങ്കി ഊരിയെടുക്കുകയും അവനെ കൊല്ലേണ്ടതിന് വേണ്ടി ഒരു പൊട്ടക്കിണറ്റിൽ വലിച്ചെറിയുകയും ചെയ്യുന്ന രംഗമാണ് നാം ഉൽപ്പത്തി 37 മുതൽ വായിക്കുന്നത്. അതാണോ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് ലഭിക്കുന്ന നന്മകൾ എന്നൊരു പക്ഷേ നമുക്ക് തോന്നിപ്പോകാം. പിന്നീട് വെറും 20 വെള്ളിക്കാശിന് മനുഷ്യരെ അടിമകളായിട്ട് വിൽക്കുന്ന കാലമാണ്. യോസഫിനെ അടിമയായിട്ട് ഈജിപ്തിലേക്ക് വിജാതികളുടെ കയ്യിൽ ഏൽപ്പിക്കുന്ന ക്രൂരന്മാരായ സഹോദരന്മാരെയാണ് നമ്മൾ കാണുന്നത്. ഇതാണോ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് ലഭിക്കുന്നതായിട്ടുള്ള അനുഗ്രഹം? അവർ ഒലിവ് തൈകൾ പോലെ ഒക്കെ മേശയ്ക്ക് ചുറ്റും നിൽക്കേണ്ടവരല്ലേ? ഇപ്പോഴെന്താണ് അവർ കാണിക്കുന്നത്? അവിടെ അദ്ദേഹത്തെ പൊത്തിപ്പേർ എന്ന് പറഞ്ഞ ഒരു മനുഷ്യൻ വിലയ്ക്ക് വാങ്ങി അയാളുടെ വീട്ടിൽ കൊണ്ടുപോകുന്നു. ആ പൊത്തിപ്പേറിൻ്റെ ഭാര്യ ഈ യോസഫിൽ കണ്ണുവെച്ച് അവനെ ബലാത്സംഗം ചെയ്യാൻ പരിശ്രമിക്കുന്നു. ദൈവത്തോടുള്ള സ്നേഹം നിമിത്തം, ദൈവത്തോടുള്ള ഭയം നിമിത്തം അവൻ പറയുകയാണ്, ഞാൻ ഈ പാപം ചെയ്യുകയില്ല, ഞാൻ ദൈവത്തെ ഭയപ്പെടുന്നു. അവൻ അവിടുന്ന് ഓടിപ്പോകുകയാണ്. കാമാർത്തി പൂണ്ട ആ ദുഷ്ടസ്ത്രീ യോസഫ് തന്നെ ബലാത്സംഗം ചെയ്യാൻ വന്നു എന്ന് പറഞ്ഞ് കുറ്റാരോപണം നടത്തി കോടതി അവനെ ശിക്ഷിച്ച് ജയിലിലാക്കുന്ന ചരിത്രം നാം വായിക്കുന്നുണ്ട്. ഇതാണോ ദൈവത്തെ സ്നേഹിക്കുന്ന ഒരാൾക്ക് ലഭിക്കേണ്ടത് എന്ന് സ്വാഭാവികമായി ചിന്തിച്ചു പോകും. ഇവിടുന്നും പരാതിയും പരിഭവവുമില്ലാതെ ജീവിക്കുന്ന ഒരു യോസഫിനെയാണ് നമ്മൾ കാണുന്നത്. പിന്നീട് പ്രിയപ്പെട്ടവരെ, സ്വപ്നവ്യാഖ്യാനം എന്നൊരു വരം ദൈവം യോസഫിന് കൊടുക്കുകയും ഈജിപ്തിലെ ചക്രവർത്തി ഫറവോൻ ഒരു സ്വപ്നം കാണുകയും
അതിൻ്റെ അർത്ഥം മനസ്സിലാകാതെ അയാൾ കുഴയുകയും മന്ത്രവാദികളും ശകുനവാദികളും പരിശ്രമിച്ചിട്ട് പരാജയപ്പെടുകയും ചെയ്ത സ്ഥാനത്ത് യോസഫ് ക്ഷണിക്കപ്പെടുന്നു. ആ കൃപാവരം അവിടെ ഓപ്പറേറ്റ് ചെയ്യപ്പെടുന്നു. ഫറവോന് അത് ബോധിക്കുന്നു. ഒരു രാജ്യത്തെ ക്ഷാമത്തിൽ നിന്ന് ആ സ്വപ്ന വ്യാഖ്യാനത്തിലൂടെ യോസഫ് രക്ഷിക്കുന്നു. ചക്രവർത്തിയുടെ മനസ്സ് മാറുന്നു. ഈജിപ്തിൻ്റെ അധികാരം താൻ യോസഫിൻ്റെ കയ്യിലേൽപ്പിക്കുകയാണ്. ഞാൻ സിംഹാസനം കൊണ്ട് പേരിലിരുന്നു കൊള്ളാം ഇവിടുത്തെ ചക്രവർത്തിയായി, പക്ഷെ നീയായിരിക്കും ഇവിടുത്തെ രാജാവ്, നിന്നെയായിരിക്കും ജനങ്ങൾ അനുസരിക്കുന്നത്. അദ്ദേഹം ഓർഡർ കൊടുക്കുകയാണ് ജനങ്ങൾ യോസഫിനെ നമസ്കരിക്കാനായിട്ട്. രാജകീയ വസ്ത്രം അദ്ദേഹത്തെ ധരിപ്പിക്കുകയാണ്. പിൽക്കാലങ്ങളിൽ തൻ്റെ സഹോദരങ്ങളും പിതാവും പട്ടിണി കൊണ്ട് മരിക്കാതിരിപ്പാൻ യോസഫ് അവരെ സഹായിക്കുകയും അവരെ ഈജിപ്തിലേക്ക് കൊണ്ടുവന്ന് പോഷിപ്പിക്കുകയും ചെയ്യുന്ന ചരിത്രം ബൈബിളിൽ നമ്മൾ വായിക്കുന്നുണ്ട്. ദൈവം യോസഫിന് വേണ്ടി ഒരുക്കിയിരുന്നത് ഏതെങ്കിലും കണ്ണ് കണ്ടിരുന്നുവോ? യോസഫ് കണ്ടിരുന്നുവോ? യാക്കോബ് കണ്ടിരുന്നുവോ? തൻ്റെ ശത്രുക്കളായി തീർന്ന സഹോദരന്മാർ കണ്ടിരുന്നുവോ? തന്നെ കേസിൽ കുടുക്കിയ പൊത്തിപ്പേറിന് ഭാര്യ അത് കണ്ടിരുന്നുവോ? ഇവരുടെ എല്ലാം കണ്ണിൽ മറച്ചു വെച്ചിട്ട് ദൈവത്തെ സ്നേഹിച്ച ആ യുവാവിനെ ദൈവം ഉയർത്തിക്കൊണ്ടുവരുന്ന ചരിത്രം നമ്മുടെ കണ്ണിന് മുൻപിൽ വരച്ചു കാണിക്കുകയാണ് പരിശുദ്ധാത്മാവ് ഉൽപ്പത്തി പുസ്തകത്തിലൂടെ. നമ്മൾ ദാനിയേൽ പ്രവാചകൻ്റെ പുസ്തകം 6-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അവിടെ ഭക്തനായ ഒരു ദാനിയേലിനെ നമുക്ക് കാണുവാനായിട്ട് കഴിയും. ഇന്ത്യ മുതൽ എത്യോപ്യ വരെ പേർഷ്യക്കാർ ഭരിച്ചിരുന്ന കാലത്ത് ദാനിയേൽ പ്രധാനമന്ത്രിയായിരുന്നു. 3 പ്രധാനമന്ത്രിമാരെയാണ് ഏകദേശം 127 രാജ്യങ്ങൾ ഭരിക്കാനായിട്ട് പേർഷ്യൻ ചക്രവർത്തി നിയോഗിച്ചത്. അതിലൊരാൾ ദാനിയേലിനായിരുന്നു. എന്നാൽ ഈ ദാനിയേലിൻ്റെ കഴിവ് കൊണ്ടും അദ്ദേഹത്തോടുള്ള സ്നേഹം നിമിത്തവും ഈ 2 പ്രധാനമന്ത്രിമാരുടെ മുകളിൽ ഉള്ള അധികാരം എന്ന് പറഞ്ഞാൽ മറ്റ് പ്രധാനമന്ത്രിമാരെയും ദാനിയേലിൻ്റെ അധികാര പരിധിക്ക് കീഴിലാക്കി. ചുരുക്കി പറഞ്ഞാൽ 127 രാജ്യത്തിൽ ചക്രവർത്തി കഴിഞ്ഞാൽ ഏറ്റവും അധികാരമുള്ള ആൾ ദാനിയേലായിരുന്നു. പക്ഷേ അദ്ദേഹം യാതൊരു കറപ്ഷനുമില്ലാത്ത ആളായിരുന്നു. നല്ലൊരു പൊളിറ്റീഷ്യനായിരുന്നു. വക്രതയില്ലാത്ത, ചതിയില്ലാത്ത, വഞ്ചനയില്ലാത്ത ദൈവഭക്തനായൊരു മനുഷ്യൻ. ദൈവിക കൽപ്പന വിട്ട് അദ്ദേഹം ഇടത്തോട്ടോ വലത്തോട്ടോ തിരികെയില്ല. എല്ലാ ദിവസവും ആ തിരക്കിനിടയിൽ അദ്ദേഹം 3 പ്രാവശ്യം ദൈവത്തോട് പ്രാർത്ഥിക്കും, ദൈവത്തെ ആരാധിക്കും. തനിക്ക് തൻ്റെ പദവിയേക്കാളും തന്നേക്കാളും ലോകത്തിൽ മറ്റെന്തിനേക്കാളും ദൈവത്തോടാണ് സ്നേഹം. അതുകൊണ്ട് ദൈവം കൽപ്പിക്കുന്നതൊക്കെ അദ്ദേഹം അനുസരിക്കും. പേർഷ്യൻ ചക്രവർത്തി ഒരു ജൂതനായ പ്രവാസിയായ അടിമയായ ദാനിയേലിനെ ഇത്രമാത്രം ഉയർത്തിയതിൽ, തങ്ങളുടെ മുകളിൽ അധികാരിയാക്കിയതിൽ ആ രാജ്യത്തിൽ ജനിച്ചു വളർന്ന മന്ത്രിമാർക്കും പ്രധാനമന്ത്രിക്കും ഇഷ്ടമായില്ല. അത് സ്വാഭാവികമാണല്ലോ. അവരെങ്ങനെങ്കിലും ഈ ദാനിയേലിനെ ഒന്ന് കുരുക്കണം, ഏതെങ്കിലും ഒരു വീഴ്ചയ്ക്ക് വേണ്ടി അവർ കാത്തിരുന്നു. പക്ഷേ ഒരു കുറ്റവും അദ്ദേഹത്തിൽ കണ്ടെത്താൻ കഴിഞ്ഞില്ല. അവരിങ്ങനെ ആലോചിക്കാൻ തുടങ്ങി. അപ്പോൾ അവർ തമ്മിൽ പറഞ്ഞു, ഈ മനുഷ്യനെ കൈക്കൂലിയിലോ പെണ്ണുകേസിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും കാര്യത്തിലോ കൊടുക്കാൻ നമുക്ക് സാധിക്കുകയില്ല. ദൈവിക വിഷയത്തിൽ അവന് ദൈവത്തോട് വലിയ സ്നേഹമാണ്. ആ മേഖലയിൽ നമ്മൾ ചിന്തിക്കണം. അപ്പോൾ അവർ കൂടി ആലോചിച്ച് നമുക്കൊരു കാര്യം ചെയ്യാം. ലോകത്തിലെ രാജാക്കന്മാരെയും ചക്രവർത്തിമാരെയും ഒക്കെ ദൈവമായിട്ടാണല്ലോ ആൾക്കാർ കാണുകയും നമസ്കരിക്കുകയും ഒക്കെ ചെയ്യുന്നത്. അതുകൊണ്ട് നമ്മുടെ ചക്രവർത്തിയോട് നമുക്ക് പറയാം, നമ്മുടെ ചക്രവർത്തിയാണ് ഇനി സാമ്രാജ്യത്തിലെ ദൈവം. ഇനി ആരെങ്കിലും പ്രാർത്ഥിക്കണമെങ്കിൽ ആരാധിക്കണമെങ്കിൽ അത് ചക്രവർത്തിയെ ആരാധിക്കണം. ആ നിയമം ലംഘിക്കുന്നവർക്ക് വധശിക്ഷ കൊടുക്കണം. അങ്ങനൊരു നിയമം നമുക്ക് ഉണ്ടാക്കിയെടുത്താൽ നിശ്ചയമായിട്ടും ഈ ദാനിയേൽ അതിനെ ലംഘിക്കും.
അപ്പോൾ നമുക്കവനെ അറസ്റ്റ് ചെയ്യിക്കാം എന്ന നിഗമനത്തിൽ അവരെത്തി. ഈ രഹസ്യം മറച്ചു വെച്ചിട്ട് അവർ രാജാവിൻ്റെ ചക്രവർത്തിയുടെ അടുക്കൽ ചെന്ന് പറഞ്ഞു, ലോകമെമ്പാടുമുള്ള എല്ലാ രാജ്യങ്ങളിലെയും രാജാക്കന്മാരെ പ്രജകൾ ദൈവമായിട്ടാണ് ആരാധിക്കുന്നത്. അങ്ങനെയാണ് രാജ്യസ്നേഹം ഉണ്ടാകുന്നത്. രാജ്യത്തിൻ്റെ നിലനിൽപ്പിന് അത് അനിവാര്യമായ ഘടകം മാത്രമാണ്. അങ്ങ് മാത്രമാണ് ഈ രാജ്യത്തിൽ ഇഷ്ടമുള്ള ദൈവത്തെ ആർക്ക് വേണമെങ്കിലും ആരെ വേണമെങ്കിലും ആരാധിക്കാനുള്ള ഈ മതസ്വാതന്ത്ര്യം ഇവിടെ കൊടുത്തിരിക്കുന്നത്. അത് നമ്മുടെ ഭാവിക്ക്, നമ്മുടെ രാജ്യത്തിൻ്റെ സുരക്ഷിതയ്ക്ക് അതൊക്കെ തകരാറുണ്ടാക്കും. അതുകൊണ്ട് ഇനി ചക്രവർത്തി ദൈവമായിട്ട് മതി, രാജ്യത്തിലെ പ്രജകൾ അങ്ങയോട് പ്രാർത്ഥിച്ചാൽ മതി, അങ്ങയെ ആരാധിച്ചാൽ മതി. അത് നമ്മുടെ രാജ്യത്തിൻ്റെ നിലനിൽപ്പിന് വളരെ അനിവാര്യമായ ഒരു ഘടകമാണ് എന്ന് പറഞ്ഞ് രാജാവിനെ അവർ സമ്മതിപ്പിച്ച് നിയമം പാസ്സാക്കിയെടുത്തു. നിയമം പാസ്സാക്കിയെടുത്തിട്ട് അത് പ്രസിദ്ധം ചെയ്തു. ഇനി നമ്മുടെ ചക്രവർത്തിയോടല്ലാതെ ആരും പ്രാർത്ഥിക്കാൻ പാടില്ല, ആരും ആരാധിക്കാൻ പാടില്ല. ഇങ്ങനെയൊരു നിയമം പ്രാബല്യത്തിൽ വന്നു എന്ന് ദാനിയേലിനും അറിഞ്ഞു. അതിനെ ഒന്നും എതിർക്കുവാനൊന്നും ദാനിയേൽ പോയില്ല. ദാനിയേൽ എല്ലാ ദിവസവും ചെയ്യുന്നത് പോലെ തൻ്റെ കിളിവാതിൽ തുറന്നിട്ട് മുട്ടുകുത്തി താൻ പ്രാർത്ഥിക്കുവാനായിട്ട് തുടങ്ങി, ദൈവത്തോട് പ്രാർത്ഥിക്കുവാനായിട്ട് തുടങ്ങി. ഇനി മറ്റു തെളിവൊന്നും വേണ്ടല്ലോ. ദാനിയേൽ രഹസ്യമായിട്ടല്ല, കിളിവാതിൽ തുറന്ന് തൻ്റെ എതിരാളികൾ കാണത്തക്ക നിലയിലാണ് താൻ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നത്. തൻ്റെ ദൈവത്തോടുള്ള സ്നേഹം ഈ പ്രധാനമന്ത്രി പദത്തെക്കാളും ഈ ഉന്നതമായ സ്ഥാനത്തെക്കാളും തൻ്റെ ജീവനേക്കാളും വലുതാണ് എന്നുള്ളൊരു സ്നേഹപ്രകടനം അനുസരണത്തിലൂടെ, പ്രാർത്ഥനയിലൂടെ താൻ വ്യക്തമാക്കുകയാണ്. ദാനിയേൽ അറസ്റ്റ് ചെയ്യപ്പെടുന്നു. രാജാവിന്, ചക്രവർത്തിക്ക് ദാനിയേലിനോട് പ്രിയമുണ്ടായിരുന്നെങ്കിലും അന്നത്തെ അവരുടെ നിയമപ്രകാരം ഒരു നിയമം പ്രാബല്യത്തിൽ വന്നാൽ അതിനെ ലംഘിക്കുവാൻ ചക്രവർത്തിക്ക് പോലും അനുവാദമുണ്ടായിരുന്നില്ല. ദാനിയേലിനെ വധശിക്ഷയ്ക്ക് വിധിച്ച് അദ്ദേഹത്തെ സിംഹഗുഹയിലേക്ക് വലിച്ചെറിയുന്ന ആ രംഗം നമ്മൾ ദാനിയേലിൻ്റെ പുസ്തകം 6 വായിക്കുന്നുണ്ട്. പക്ഷേ വിശന്നു കിടന്ന ആ സിംഹങ്ങൾ, ഭക്ഷണത്തിന് വേണ്ടി കൊതിയോട് കാത്തിരുന്ന ആ സിംഹങ്ങൾ കുറ്റവാളികളെയോ മറ്റ് മൃഗങ്ങളെയോ ഒക്കെയോ ഇട്ടുകൊടുക്കുമ്പോൾ അതിനെ കടിച്ചു കീറിയപ്പോൾ തന്നെ കഴിക്കുന്ന ആ മൃഗങ്ങളുടെ വാ തുറക്കുവാൻ കഴിഞ്ഞില്ല. കാരണം ദൈവം ഒരു ദൂതനെ അയച്ച് ആ സിംഹത്തിൻ്റെ വായടച്ചു. ദാനിയേലിനെ കൊല്ലുവാൻ സിംഹങ്ങൾക്ക് കഴിഞ്ഞിട്ടില്ല. ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് ഒരുക്കിയിട്ടുള്ളത് ഒരു കണ്ണും കണ്ടിട്ടില്ല. അത് ദാനിയേൽ പോലും അപ്പോൾ കണ്ടില്ല. തൻ്റെ ശത്രുക്കൾ അത് കണ്ടില്ല. പേർഷ്യൻ ചക്രവർത്തി അത് കണ്ടില്ല. ഒരു ചെവിയിലും അത് കേട്ടിട്ടില്ല. പിന്നീട് സംഭവിച്ചത്, ചക്രവർത്തി ഈ നീചന്മാരായ ദാനിയേലിനെതിരായി നിന്നവരെ ആ സിംഹഗുഹയിൽ വലിച്ചെറിയാൻ കൽപ്പിക്കുകയും ആ സിംഹങ്ങൾ, അതേ സിംഹങ്ങൾ അവരെ കടിച്ചു കീറി തിന്നുന്ന ചരിത്രവുമാണ് നാം ചരിത്ര പുസ്തകങ്ങളിൽ വായിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി ദൈവം ഒരുക്കിയിരിക്കുന്നത് നമ്മുടെ കണ്ണിൽ കൊണ്ട് ആദ്യം കണ്ടു എന്നിരിക്കുകയില്ല, നമ്മുടെ ചെവി കൊണ്ട് ആദ്യം കേട്ടു എന്നിരിക്കുകയുമില്ല, നമ്മുടെ മനസ്സിൽ തോന്നിയെന്നും ഇരിക്കുകയില്ല. പക്ഷേ ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് ചില അത്ഭുതകരമായ കാര്യം ഒരുക്കി. ദൈവത്തെ സ്നേഹിക്കുന്നവനായിരുന്നു മോശ. മിസ്രൈമിലെ നിക്ഷേപങ്ങളെക്കാളും അടുത്തൊരു ഫറവോനാകുന്നതിനേക്കാളും ദൈവത്തിന് വേണ്ടി കഷ്ടമനുഭവിക്കുന്നതാണ്, നിന്ന അനുഭവിക്കുന്നതാണ് നല്ലതെന്ന് കണ്ട് ഇറങ്ങിത്തിരിച്ചയാളാണ് മോശ. ദൈവം മോശയെ ഒരു വിമോചകനാക്കി. ഏകദേശം 30-ലധികം ലക്ഷം ജനങ്ങളെ ഈജിപ്തിൻ്റെ അടിമത്തത്തിൽ നിന്ന് രക്ഷപ്പെടുത്തിക്കൊണ്ടുവരുവാൻ മോശയ്ക്ക് കഴിഞ്ഞു. അങ്ങനെ അവർ സ്വതന്ത്രവായു ശ്വസിച്ച് ചെങ്കടലിൻ്റെ തീരത്ത് വന്നു. മുൻപോട്ടവർക്ക് പോകുവാൻ കഴിയുകയില്ല.
വള്ളമൊന്നും അവരുടെ പക്കലില്ല. ഇരുവശങ്ങളിലും പർവ്വതങ്ങളാണ്. ഫറവോനും സൈന്യവും അവരെ പിടിക്കുവാൻ വരുന്ന രംഗം നമ്മൾ പുറപ്പാട് പുസ്തകം 14-ാം അധ്യായത്തിൽ വായിക്കുന്നുണ്ട്. മോശയോടുകൂടി ഇറങ്ങിയവർ പലരും ഭയന്നു, ചിലർ പിറുപിറുത്തു, ചിലർ മടങ്ങിപ്പോകാം എന്ന് പറഞ്ഞു. എന്തു ചെയ്യണമെന്നറിയാതെ മോശയും കുഴഞ്ഞു. എന്നാൽ സ്വർഗത്തിലെ ദൈവം ആ രാത്രിയിൽ ഒരു കാറ്റടിപ്പിച്ചു, ചെങ്കടൽ പിളർന്നു. ആ പിളർന്ന ചെങ്കടലിലൂടെ മോശയും 30-ലധികം ലക്ഷം ജനങ്ങളും അക്കരെ കടന്നു. ഫറവോൻ ചിന്തിക്കാത്ത കാര്യം, അവൻ്റെ സൈന്യം ചിന്തിക്കാത്ത കാര്യം, അതേ പാതയിലൂടെ ചെങ്കടൽ കടന്ന ജനത്തെ പിടിച്ച് മടക്കിക്കൊണ്ടുവരുവാൻ പുറപ്പെട്ട ഫറവോൻ്റെ സൈന്യത്തെ അതേ ചെങ്കടൽ മുക്കിക്കളഞ്ഞു. ഇതൊന്നും ഫറവോൻ്റെ കണ്ണിന്, സൈന്യത്തിൻ്റെ കണ്ണിന്, എന്തിനേറെ മോശയുടെ കണ്ണിന് കാണുവാൻ കഴിഞ്ഞതായിരുന്നില്ല. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് ഒരുക്കിയിട്ടുള്ളത് ഒരു കണ്ണും കണ്ടിട്ടില്ല, ഒരു ചെവിയും കേട്ടിട്ടില്ല, ഒരു മനസ്സിലും തോന്നിയിട്ടില്ല. വാത്സല്യ സഹോദര സഹോദരി, കർത്താവിൻ്റെ കൽപ്പനയനുസരിച്ച് നീ ഇറങ്ങിയതാണോ? ഇന്നത്തെ ഫറവോനും സൈന്യവും, ഇന്നത്തെ കൊടുങ്കാറ്റും, ഇന്നത്തെ സിംഹഗുഹകളും, ഇന്നത്തെ സഹോദരന്മാരും പൊട്ടക്കുഴികളും പൊത്തിപ്പേറിൻ്റെ ഭാര്യയും അവരുടെ തന്ത്രങ്ങളും ഒന്നും കണ്ട് നീ ഭയപ്പെടരുത്. ദൈവത്തെ തൻ്റെ കൽപ്പനകൾ അനുസരിക്കുന്നതിലൂടെ സ്നേഹിച്ചു കൊള്ളുക. നിങ്ങൾക്ക് വേണ്ടി ദൈവം ഒരുക്കിയിട്ടുള്ളത് ഒരു കണ്ണും കണ്ടിട്ടില്ല, ഒരു ചെവിയും കേട്ടിട്ടില്ല, ഒരു മനസ്സിലും തോന്നിയിട്ടില്ല. പക്ഷേ എല്ലാവരും കാണത്തക്ക നിലയിൽ, എല്ലാവരും കേൾക്കത്തക്ക നിലയിൽ, എല്ലാവരും അറിയത്തക്ക നിലയിൽ അത് അബ്രഹാമിന് വേണ്ടി ചെയ്തതുപോലെ, യോസഫിന് വേണ്ടി ചെയ്തതുപോലെ, ദാനിയേലിന് വേണ്ടി ചെയ്തതുപോലെ, മോശയ്ക്ക് വേണ്ടി ചെയ്തതുപോലെ നിങ്ങൾക്കും ചെയ്യാതിരിക്കുകയില്ല. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ ദൈവമായ കർത്താവേ, അങ്ങേ സ്നേഹിപ്പാനുള്ള കൃപ ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ നാവ് കൊണ്ടല്ല, അബ്രഹാമിനെ പോലെ, യോസഫിനെ പോലെ, ദാനിയേലിനെ പോലെ, മോശയെപ്പോലെ പ്രവൃത്തിയിലൂടെ ആ സ്നേഹം പ്രദർശിപ്പിക്കുവാനും ദൈവം ഒരുക്കിയിട്ടുള്ളത് എല്ലാവരും കാണത്തക്ക നിലയിൽ അത് വെളിപ്പെടുവാനും ഇടയാക്കണമേ. എൻ്റെ എല്ലാ പ്രേക്ഷകരെയും അനുഗ്രഹിക്കണമേ. യേശുവിൻ നാമത്തിൽ ഉപേക്ഷിക്കുന്നു. കൃപ തോന്നി കേൾക്കുമാറാകണമേ. ആമേൻ. ദൈവം ഈ വചനങ്ങളാൽ നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.